നമസ്കാരം. നിങ്ങളെല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുവാന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു കിച്ചൺ ഡെക്കോർ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. ഒരു വലിയ സ്പൂണാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിന് മുന്നേ ഞാൻ 2 ഹോം ഡെക്കർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു കീ ഹോൾഡറും അതിന് മുന്നേ ഒരു ഗുല്ലക്ക് കൊണ്ട് പൊട്ടിപ്പോയൊരു മൺകുടുക്ക കൊണ്ട് ഒരു പോട്ട് ഉണ്ടാക്കുന്നതും. അപ്പോൾ ഇത് മൂന്നാമത്തെയാണ് കേട്ടോ. അപ്പോൾ ആദ്യത്തെ 2 വീഡിയോയും ചാനൽ വിസിറ്റ് ചെയ്ത് കണ്ടു നോക്കുക. എംസിയിൽ യൂസ് ചെയ്താണ് ഞാൻ സ്പൂൺ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിത് വോൾ ഹാങ് ചെയ്യാനായിട്ടാണ് കേട്ടോ, വോളിൽ ഹാങ് ചെയ്യാനായിട്ടാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് നിലത്ത് വെച്ച് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ സ്പൂണിൻ്റെ മറുവശം നല്ല ഫ്ലാറ്റായിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നിലത്ത് വെച്ച് ഉണ്ടാക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഹാൻഡിലിൽ ഞാൻ ഹാങ് ചെയ്യാനുള്ള ചെറിയൊരു ഹോളൂടെ കൊടുക്കുന്നുണ്ട്. ഞാൻ നെയിൽസൊന്നും അങ്ങനെ ഭിത്തിയിൽ അടിച്ച് ഹോളൊന്നും ഉണ്ടാക്കാറില്ല കേട്ടോ. എനിക്കത് കാരണം എന്ന് വെച്ചാൽ പിന്നീട് അത് റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ ഭിത്തി നിറയെ അവിടെ ചെറിയ ചെറിയ ഹോൾസ് ആയിരിക്കും. അപ്പോൾ എനിക്കത് അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ എപ്പോഴും സ്റ്റിക്ക് ചെയ്യുന്ന ടൈപ്പിലെ നെയിൽസൊക്കെയാണ് ഉപയോഗിക്കാറ്. അതുകൊണ്ട് എനിക്ക് ഈ എംസിയിൽ വെച്ച് ഈ സ്പൂൺ ഉണ്ടാക്കുമ്പോൾ ഒത്തിരി കട്ടിക്ക് ഉണ്ടാക്കാൻ പറ്റുകയില്ല. കാരണം ഒരുപാട് വെയിറ്റ് ആണെങ്കിൽ ചിലപ്പോൾ അത് ഹോൾഡ് ചെയ്യത്തില്ല. ഞാനപ്പോൾ ഒരുപാട് കട്ടി കുറച്ചും ഉണ്ടാക്കാൻ പറ്റത്തില്ല. കാരണം ചിലപ്പോൾ ആരെങ്കിലും വന്ന് കൊള്ളാലോ എന്ന് പറഞ്ഞ് പിടിച്ച് നോക്കുമ്പോൾ പൊട്ടിപ്പോയാലോ. അതുകൊണ്ട് ഒരുപാട് കട്ടിക്കുമല്ല, കട്ടി കുറച്ചുമല്ല അതാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഞാൻ ഇതിനിടയ്ക്കൊരു കാര്യം പറഞ്ഞോട്ടെ. ചെറിയൊരു രീതിയിൽ, ചിലപ്പോൾ വലിയ രീതിയിലാണോ എന്ന് എനിക്കറിയത്തില്ല, എനിക്ക് ചെറിയ രീതിയിലാണ് തോന്നുന്നത്, സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ട് കേട്ടോ. കാരണം അപ്പുറം ഇപ്പുറം എല്ലാ വീട്ടിലും പണി നടക്കുവാണ്, വീട് പണി നടക്കുന്ന ഒരു ഏരിയയാണ് ഞാൻ താമസിക്കുന്നത്. അപ്പോൾ അവിടെ തട്ടുവും മുട്ടുവും ചെയ്യുന്നു, പിന്നെ അവിടുത്തെ പണിക്കാർ സംസാരിക്കുന്ന ഒച്ചയൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ദയവായിട്ട് എല്ലാവരും ഈ പ്രാവശ്യത്തേക്ക് ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ സ്പൂണിൽ അതിൻ്റെ ഹാൻഡിലിൽ ചെറിയൊരു ഹോളിട്ട് കൊടുത്തിട്ടുണ്ട്, ഇത് ഹാങ് ചെയ്യാനുള്ള. പിന്നെ ഞാൻ ഇതൊന്ന് നന്നായിട്ട് ഉണങ്ങി വന്നതിന് ശേഷം, ഡ്രൈ ആയതിന് ശേഷം, ഇത് സക്സസ് ആവുകയാണെങ്കിൽ ഇതിൻ്റെ കൂടെ ഇതേ നീളത്തിൽ തന്നെ ഒരു ഫോർക്ക് കൂടെ ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം എനിക്കതിന് ഈ സ്പൂണ് നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ട് ഇതിൻ്റെ വെയിറ്റൊക്കെ ഒന്ന് നോക്കിയതിന് ശേഷം വേണം അടുത്ത് എനിക്കൊരു ഫോർക്ക് കൂടെ ചെയ്ത് നോക്കാനേ. അപ്പോൾ ഇത് എന്തായാലും ഒന്ന് ഉണങ്ങിയിട്ടെ. ഇപ്പോൾ സ്പൂണ് നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ എടുത്ത് നോക്കിയപ്പോൾ അത്യാവശ്യം വെയിറ്റൊക്കെ ഉണ്ട്. അങ്ങനെ ഒരുപാട് ഓവർ വെയിറ്റൊന്നുമല്ല, പൊട്ടിപ്പോത്തുമില്ല. നിലത്ത് വീണാൽ പൊട്ടിപ്പോവായിരിക്കും, പക്ഷെ അല്ലാതെ കുഴപ്പമൊന്നുമില്ല. ഭിത്തിയിൽ തൂക്കിയിട്ടാൽ എൻ്റെ ആ നെയിൽസ് അത് ഹോൾഡ് ചെയ്യും, കുഴപ്പമില്ല. ഞാൻ ഇട്ട് നോക്കിയായിരുന്നു, അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ ഞാൻ എന്തായാലും അതിൻ്റെ കൂടെ ഒരു ഫോർക്ക് കൂടെ ചെയ്ത് കൊടുക്കുവാണേ. ഫോർക്കും അതേ വെയിറ്റിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഒരുപാട് വെയിറ്റ് കൊടുത്തിട്ടല്ല ഉണ്ടാക്കുന്നത്. രണ്ടിനും സെയിം ഹൈറ്റും, അതായത് സെയിം ലെങ്ത്തും സെയിം വെയിറ്റുമാണ്. ഇനി ഈ ഫോർക്ക് കൂടെ നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം അതിൽ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഇതുവരെ ആക്രിലിക് പെയിൻറ്റുകളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഫസ്റ്റ് ടൈം ഞാൻ ചോക്ക് പെയിൻറ്റ് യൂസ് ചെയ്ത് ഒന്ന് പെയിൻറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. വുഡിലൊക്കെ, അതായത് ഫേർണിച്ചറിലൊക്കെ വെസ്റ്റേൺ കൺട്രിയിൽ മാറ്റ് ഫിനിഷ് കിട്ടാൻ ചോക്ക് പെയിൻ്റാണ് യൂസ് ചെയ്യാറ്. ഞാനങ്ങനെ നമ്മുടെ നാട്ടിലധികം കണ്ടിട്ടില്ല. ഉണ്ടാകുമായിരിക്കാം, ഞാൻ പക്ഷേ കണ്ടിട്ടില്ല നോർമലി നമ്മുടെ നാട്ടിലത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫോർക്ക് കൂടെ ഒന്ന് ഉണങ്ങി വന്നതിന് ശേഷം ഞാൻ ഈ പെയിൻ്റ് ഒന്ന് ചെറുതായിട്ട് അതിനകത്ത് പെയിൻറ്റ് ചെയ്ത് നോക്കിയാട്ടോ. കാരണം എത്ര സമയം എടുക്കും ഉണങ്ങും എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുഴപ്പമില്ല. ഞാൻ ഒലീവ് ഗ്രീൻ ചോക്ക് പെയിൻ്റാണ്, ഒലീവ് ഗ്രീൻ കളറിലുള്ള ചോക്ക് പെയിൻ്റാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിനകത്തായതുകൊണ്ട് 1, 2, 3 പ്രാവശ്യം പെയിൻറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രമേ ആ ഒരു ഫിനിഷ് ചെയ്യത്തുള്ളൂ. പിന്നെ എല്ലായിടത്തും ഒന്ന് കവറായി വരത്തുള്ളൂ കേട്ടോ. ചിലപ്പോൾ വുഡിൽ അത്രയും വേണ്ടായിരിക്കാം. ഇതിൽ 2-3 പ്രാവശ്യം പെയിൻറ്റ് ചെയ്യേണ്ടി വന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഗോൾഡൻ സ്പ്രേ പെയിൻറ്റ് കൊണ്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ ഡെക്കറേഷൻ ഒക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് ചെറുതായിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ, എൻ്റെ ചാനലിൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക.
ഇത് വോളിൽ ഹാങ് ചെയ്തതിന് ശേഷമുള്ള വീഡിയോ ആണ് കേട്ടോ. ആ സ്പൂണിൻ്റെ ഫോർക്കിൻ്റെ അപ്പുറത്ത് കിടക്കുന്ന ബീഡ്സ്, അതായത് മുത്ത് കൊണ്ടുണ്ടാക്കിയ ഹാങ്ങിങ്ങും ഓൾറെഡി ഞാൻ വീഡിയോ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ചാനൽ വിസിറ്റ് ചെയ്താൽ നിങ്ങൾക്കത് കാണാൻ പറ്റും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പുതിയ വീഡിയോയുമായിട്ട് ഉടനെ വരാം. അപ്പോൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ബൈ.